എന്നെ ഓർമ്മയുണ്ടോ മിഥുൻ ചേട്ടാ? എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മോഡുലേഷൻ മാറ്റ എന്നെ ഓർമ്മയുണ്ടോ മിഥുൻ ചേട്ടാ? അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പെർഫോമൻസ്? ഡാൻസ് ആയിരുന്നു. ഡാൻസ് മോഡുലേഷൻ ഡാൻസ് ആയിരുന്നു. ആ താളത്തിൽ അങ്ങോട്ട് പോട്ടെ. ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നോ? അല്ല 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 സിനിമാറ്റിക് അല്ല അല്ല അല്ല. എന്നാ പിന്നെ കണ്ടംപററി ആയിരിക്കും. ഞാൻ വിചാരിച്ചു വലിയ മാന്യതാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിങ്ങനെ എന്റെ ഭാര്യയാ. ഈ പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ വല്ലാത്ത സംസാരം സംസാരിക്കില്ലേ? എന്താ പറഞ്ഞു? പുള്ളി എന്ത് വൃത്തിയാടി ഇപ്പൊ പറഞ്ഞത്? ചേട്ടാ അത് കണ്ടംപററി എന്ന് പറയുന്നത് അത് വൃത്തിയുടെ വാക്കല്ല, അതൊരു ഡാൻസ് ഫോം ആണ്. സോറി ഞാൻ വിചാരിച്ചെന്നറിയോ, ഞാൻ ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോഴേ എന്റെ തലവട്ടം കാണുമ്പോൾ ഇവിടെ വെല്ലും ഇതുപോലുള്ള ഗുണായി വർത്താനം പറയും. ഞാനും തിരിച്ചു അതാണ് വിചാരിച്ചത്. മിഥുൻ ചേട്ടാ, കണ്ടംപററി ഒന്നും അല്ല, കൂട്ടത്തിൽ ചാട്ടം. കൂട്ടത്തിൽ ചാട്ടുവോ? അതായത് ഒരു കലാകാരൻ വന്ന് ഇവിടെ പാട്ട് പാടിയപ്പം ഞാൻ ഈ കോമഡി ഉത്സവം കാണാൻ വേണ്ടി ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് പാടിയ സമയത്ത് ഈ മിഥുൻ ചേട്ടനും പ്രചോദേട്ടനും ടിനിച്ചേട്ടനും പറഞ്ഞ പാട്ടിന്റെ കൊഴുപ്പ് കൂട്ടാൻ അവിടെ മര്യാദക്ക് കണ്ടോണ്ടിരുന്ന ഞങ്ങളെ ഈ വിളിച്ച് ഫ്ലോറിൽ കയറ്റി ഇവിടെ കയറുന്ന കൂട്ടത്തിൽ ചാടി. അന്നേരം എന്റെ ഈ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിന്റെ കല്ല് പോയി. അതില്ലാതെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, അറിയോ? ഈ നിസ്സാര പ്രശ്നത്തിനാണോ കേട്ടോ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ നിസ്സാരമായിട്ട് കളയാ പോയത് മുതിർത്തിക്കല്ല 1 ലക്ഷം രൂപ വിലയുള്ള വജ്രക്കല്ല പോയത്, അറിയോ? ഇങ്ങനെ നിർബന്ധം കാണിക്കരുത്. എന്താ നിർബന്ധം കാണിക്കുന്നത്? എനിക്കാന്നൊരു നിർബന്ധം. ഇവക്ക് എന്ത് പറഞ്ഞാലും നിർബന്ധം. ഇവിടെ നിർബന്ധം കൊണ്ട് ഞാനൊക്കെ ഇവക്ക് പൊറുതി വിട്ടേക്കും. എന്തോ നിർബന്ധം വന്നറിയോ ഇവക്ക്? ഇനി വന്നേ. ഇല്ല, ഇനി ഇങ്ങോട്ട് വരാൻ. എന്തിനാ? എന്റെ കൈയുടെ ബന്ധം ഒന്ന് വേർപ്പെടുത്തിക്കേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ തലേ കൈ വെച്ച് പ്രാഗുമായിരിക്കും. മുട്ടയിടണോ ഞാന്? മുട്ടയിടാൻ നീ എന്ത് കോഴിയോ? മുട്ടയിടണോ ഞാനെന്ന്? മുട്ടയിടാന്ന് വലിച്ചു പറഞ്ഞെന്ന്. അയ്യോ പ്രചോദേട്ടാ, ഇത്രയും നേരം നോക്കിയെങ്കിൽ എന്തുവാ സാധനം കിട്ടി. അവിടെ വജ്രക്കല്ല്. അയ്യോ, അത് വജ്രക്കല്ലൊന്നും അല്ല, എന്റെ ബോർഡുള്ള അണപ്പല്ല് തെറിച്ച് പോയതാണ്. പല്ല് മുഴുവൻ ബോർഡാണല്ലേ? ബോർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോർഡ, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും 3 പ്ലേറ്റ് ചോറ് വേണം ഒരു നേരം. 3 പ്ലേറ്റ് ചോറ്. 2 പ്ലേറ്റ് ആ പല്ലിന്റെ പോടടയ്ക്കാനും 1 പ്ലേറ്റ് വിശപ്പടക്കാനും. പക്ഷേ ഈ പല്ലിന്റെ പോട് കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ട് കേട്ടോ. ചേച്ചി ഏത് കല്യാണത്തിന് പോയാലും കുറഞ്ഞത് 3-4 ചെറുനാരങ്ങ ആ പല്ലിന്റെ പൊട്ടി ഒളിപ്പിച്ചോണ്ട് വരും. അച്ചാർ പല്ല കൊണ്ടെടുത്ത് കളയാൻ. അങ്ങനെ കളയാൻ പറ്റത്തില്ല. എന്താ ഇത്? കരട് കെട്ടിട്ട് എന്നെ കരുത കെട്ടി തൂക്കിടാം, നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. അങ്ങനെ സ്റ്റൈൽ കാണിച്ച് ഇറക്കാൻ ഇത് പുലിപ്പല്ലല്ല, നിങ്ങളുടെ പുഴിപ്പല്ല, കളയാനും. വിവരക്കേട് കാണിച്ചിട്ട് നെഞ്ചു പിരിച്ച് നിൽക്കുന്നുണ്ടോ? നെഞ്ചു പിരിച്ച് നിന്നല്ല, നീ കമത്തി അടിച്ചപ്പോ എന്റെ ഭാര്യയെല്ലാം അകന്ന് നിൽക്കുന്ന, അറിയോ? ഭാര്യയല്ല അകന്നത്, നിങ്ങളാ അകന്നത്. ചേട്ടാ, ഒരു തുള്ളി സ്നേഹമില്ല ഇപ്പൊ ഇയാൾക്ക് എന്നോട്. നീ അങ്ങനെ വർത്താനം പറയല്ല. എന്താണ് സ്നേഹക്കുറവ്? രാത്രി ഞാനും ഇങ്ങനെ കൂടെ ഉറങ്ങാൻ കിടക്കുന്നത്. നിങ്ങൾ ഈ ഉറക്കത്തിൽ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉറക്കത്തിലേക്ക് ആണ്ട് പോകുന്നു. ഞാൻ നോക്കുമ്പോ നിങ്ങൾ ഞൂണ്ട് പോകുന്നതാ കാണുന്നത്. അതായത് ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കും. ഒരു പാതിരാത്രി ആകുമ്പോ ചൂടുള്ള ഇലയുടെ നില മാറ്റുന്നത് പോലെ ആ പുതപ്പ് മാറ്റിയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ നീ എങ്ങനെ കാണുന്നു? ഇതൊക്കെ നീ എങ്ങനെ കാണുന്നത്? എനിക്ക് ഉറക്കമില്ലായിരുന്നു. അയ്യോ, എന്റെ പൊന്നു മിഞ്ചാട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഉറക്കളച്ചിരുന്നത് കണ്ണിന് ചുറ്റും കറുപ്പ് വീഴ് കൂടി കൊച്ചേ. ഞാൻ ഉറങ്ങാതിരുന്ന എന്റെ കണ്ണിന് ചുറ്റും മാത്രമേ കറുപ്പ് വീഴത്തുള്ളൂ. അപ്പുറത്തെ സുധയുടെ കെട്ടിയവൻ ഉണർന്നിരുന്ന നിങ്ങളുടെ ദേഹം മൊത്തം. തെറ്റിദ്ധാരണ വിട്. തെറ്റിദ്ധാരണ വെച്ചുള്ള വർത്തമാനം വിടു കൊച്ചേ. ഞാൻ പറയുന്ന തെറ്റിദ്ധാരണ. പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നതാ? ഞാൻ ഈ പോകുന്ന സുധയുടെ വീടിന്റെ പിന്നാമ്പുറത്തേ. കണ്ടോ, നിങ്ങൾക്ക് ഇത് എന്നോട് മാത്രമായിട്ട് പറഞ്ഞാ പോരായിരുന്നു. ഈ സസി വന്ന് പറയണ്ട. അയ്യോ, സസിയല്ല, സദസ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ HD മികവോടെ കണ്ടോണ്ടിരിക്കുവല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർ ആക്ഷൻ ഷൂട്ട് ചെയ്യാനിരിക്കുമല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാടെ, അറിയോ? ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മിഞ്ചേട്ടാ, പ്രജോദേട്ടാ, ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ സുധയുടെ വീടിന്റെ പിന്നാമ്പുറത്തെ കൂണ് മുളക്കി ഞാനത് പറിക്കാൻ പോകുന്നു. കൂണ് നീ കണ്ടില്ല? ഒരു അപൂർവനെ കൂണ് ഞാൻ എന്നും കാണും. അത് പറിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ പോയത്. എന്നിട്ട് നിങ്ങൾ എന്താ പിച്ചിക്കൊണ്ട് വരാഞ്ഞത്? ഞാൻ പിച്ചിക്കൊണ്ട് വരാൻ വേണ്ടി പോയി. എന്നപ്പോ എന്താ കാണുന്നത്? അവിടുത്തെ ചേർക്കൻ അംഗൻവാടി കൊണ്ടുവന്ന പുള്ളിക്കോടെ പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ നാണുവല്ലിയെ പിരിച്ചിരുന്ന് മൂത്രം ഒഴിക്കുക. അതെങ്ങാണ് ഞാൻ പിച്ചിക്കൊണ്ട് വന്നായിരുന്നെങ്കിൽ ഇവള് കൂണുതോറിന് ഒരു നാടുത്തോരം വെച്ചറിയായിരുന്നു, അറിയോ? എന്തുവായാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല.